ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി, ചരിത്രമുറങ്ങുന്ന ഈ വടക്കൻ സംസ്ഥാനത്തിൽ ബ്ലെസ്സിംഗ് ടുഡേ സുവിശേഷ യജ്ഞത്തിന്റെ ചരിത്രം കുറിക്കുകയാണ്. ഏതാണ്ട് 2700 കിലോമീറ്റർ ദൂരെയായി ഹരിയാനയും ഉത്തർപ്രദേശും അതിരുകൾ പങ്കിടുന്ന ഇന്ത്യയുടെ മുഖമുദ്രയായി മാറിയ റെഡ് ഫോർട്ട് നിലകൊള്ളുന്ന ഡൽഹിയിൽ വചനവിത്തുകളുടെ മുദ്രണമാണ് ബ്ലെസ്സിംഗ് ടുഡേയുടെ അഭിഷിക്തർ പ്രാവർത്തികമാക്കുന്നത്. പ്രാർത്ഥനയുടെ ധന്യ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ആരാധനയിലേക്ക് നമുക്ക് കടക്കാം. ചോദിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സ്വർഗം ചായച്ചിറങ്ങുന്ന രാത്രിയായി ഇന്ന് രാത്രി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം പറയുന്നുവല്ലോ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഇന്ന് രാത്രിയിൽ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രയാസത്തോടെ, വേദനയോടെ കർത്താവെ, മറ്റ് പല വിഷയങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ട് ഇന്ന് രാത്രി അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്ന ഓരോ വ്യക്തിയുടെയും മുഖത്തെ അങ്ങ് ഉയർത്തി അവരുടെ മുഖം പ്രകാശമാനമാക്കണമേ എന്ന് ഇന്ന് രാത്രി അടിയങ്ങളിപ്പോൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ അങ്ങ് അറിയുന്നല്ലോ കർത്താവേ. അവർ കടന്നു പോകുന്ന വഴികൾ ഏതാണെന്ന് അങ്ങ് അറിയുന്നല്ലോ കർത്താവേ. കൂരിരുണ്ട താഴ്വരയിലൂടെ അവർ കടന്നു പോകുമ്പോൾ ദൈവമേ, അങ്ങതിനെ ജലാശയമാക്കി മാറ്റുമെന്ന് അങ്ങയുടെ വചനം പറയുന്നെങ്കിൽ കർത്താവ്, ഇന്ന് രാത്രി അതുപോലെ ഇരുട്ടിൻ്റെ അവസ്ഥയിലൂടെ യഥാർത്ഥത്തിലുള്ള വഴി ഏതെന്നറിയാതെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയുടെയും കൈകൾ പിടിച്ച് അങ്ങയുടെ പദ്ധതി പ്രകാരമുള്ള വഴിയിലേക്ക്, അങ്ങയുടെ ഇഷ്ടത്തിൻ്റെ വഴിയിലേക്ക്, അങ്ങയുടെ നന്മയുടെ പാതയിലേക്ക്, അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് ഈ വ്യക്തികളെ ഓരോരുത്തരെയും അങ്ങ് കൈപിടിച്ച് നടത്തുവാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്ന കർത്താവേ. അല്പനിമിഷങ്ങൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 2 കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, സാധിക്കുമെങ്കിൽ ആ മുഖം കൂടെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി അല്പനിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിച്ചാലും ജീവിതത്തിന്റെ വിവിധ തിരക്കുകളിൽ മറ്റു പല ബിസി സ്കെഡ്യൂളുകളും മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ കൂടിയെങ്കിൽ ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണ്. നാം വന്നതുപോലെ ആരും ഇന്ന് രാത്രി മടങ്ങി പോകാൻ പോകുന്നില്ല. പകരം ചില വ്യക്തികളെ കർത്താവ് സ്പർശിക്കാൻ പോകുകയാണ്. അവന്റെ സ്പർശനത്തിന്റെ കരം ഇപ്പോൾ തന്നെ പലരുടെ മേലും നീണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഹൃദയത്തിൽ വല്ലാത്ത വേദനയുമായി നിൽക്കുന്ന ചിലരുടെ ഹൃദയത്തിന്റെ വേദനകളെ കർത്താവ് എടുത്തു മാറ്റി ഹൃദയത്തിനകത്ത് സമാധാനത്തിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി പകരാൻ പോകുകയാണ്. ഒരിക്കൽ കൂടെ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറച്ച് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അത് വിടുതലിന്റെ രാത്രിയായി തീരട്ടെ അപ്പാ. രോഗസൗഖ്യത്തിന്റെ രാത്രിയാകട്ടെ കർത്താവേ, മാറ്റത്തിന്റെ രാത്രിയാകട്ടെ കർത്താവേ. ജീവിതത്തിൽ പലതിലും തോറ്റ് പിന്മാറിയ പലരും ഇന്ന് രാത്രി ആദ്യ മേഖലകളിൽ തന്നെ പിടിച്ചു കയറി ജയിച്ചടക്കുന്ന രാത്രിയാക്കി അവരെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തോൽവിയുടെ പരാജയത്തിന്റെ ആത്മാക്കൾ മാറി ജയത്തിന്റെയും വിജയത്തിന്റെയും ആത്മാവുമായി ഇന്നിവർ മടങ്ങി പോകട്ടെ അപ്പാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ദൂതന്മാരുടെ കാവൽ ഈ മീറ്റിംഗ് പ്ലേസിന് ചുറ്റുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നു ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിനകത്ത് യേശുവിന്റെ രക്തം ഞങ്ങൾ തളിക്കുന്നു. അവരുടെ ഭവനങ്ങളിൽ യേശുവിന്റെ രക്തം ഞങ്ങൾ തളിക്കുന്നു. അവരുടെ ദേശത്ത് യേശുവിന്റെ രക്തം ഞങ്ങൾ തളിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും യേശുവിന്റെ രക്തം ഇന്ന് രാത്രി ഞങ്ങൾ തളിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. എന്റെ കർത്താവേ, ഈ ജനത്തോടങ്ങ് മനസ്സലിയണമേ, ഈ ജനത്തോടങ്ങ് കരുണ കാണിക്കണമേ, ഈ ജനത്തിന്റെ മേൽ അങ്ങയുടെ കൈകൾ നീട്ടണമേ. അങ്ങയുടെ ആശ്വാസത്തിന്റെ കൈകൾ, ബലത്തിന്റെ കൈകൾ, സൗഖ്യമാക്കുന്ന കൈകൾ ഇന്ന് രാത്രി ഇവരുടെ നേർ നീട്ടി. എന്റെ കർത്താവേ, ഇവരെ ചുമ്മാ അയക്കരുതേ അപ്പാ. അങ്ങയുടെ വിടുതലോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ, ശക്തിയോടെ, ഉറപ്പോടെ, പ്രത്യാശയോടെ എന്റെ കർത്താവേ, അങ്ങ് ഇവരെ അയക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു.
Lord. Thank you, Lord. Thank you, Lord. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ അനുഭവ സാക്ഷ്യങ്ങൾ ലോകം മുഴുവൻ പടരുകയാണ്. ഇവിടെയും നമുക്ക് കേൾക്കാം ഡൽഹിയിലെ സത്യാനുഭവങ്ങൾ. തൻ്റെ സഹോദരനായ ജോസഫിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നഷ്ടപ്പെട്ട ബാഗ് അത്ഭുതകരമായി തിരിച്ചു കിട്ടിയ അനുഭവം പങ്കുവയ്ക്കുകയാണ് ജോയ്സി. കൂടാതെ അന്നമ്മ വർഗീസിന് 2013 വയറുവേദന പരിപൂർണ സൗഖ്യം പ്രാപിച്ചതിന്റെ സാക്ഷ്യവും. ഇവിടെ എന്ത് സംഭവിച്ചു ബ്രദറെ? ഈ സഹോദരന്റെ പേര് ജോയ്സി എന്നാണ്. തൻ്റെ ബ്രദർ ജോസഫിന് ദൈവം കൊടുത്ത ഒരു നന്മയുമായിട്ടാണ് ഈ സഹോദരൻ നിൽക്കുന്നത്. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, തൻ്റെ ബ്രദർ മുംബൈയിൽ ആണ് തൻ്റെ ഹയർ സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് താൻ നാട്ടിലോട്ട് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ക്യാമ്പസിൽ നിന്നും മുംബൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോ എടുത്ത് താൻ പോകുന്ന സമയത്ത് തൻ്റെ കയ്യിൽ കുറേ ലഗേജുകളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് തൻ്റെ ലാപ്ടോപ്പും ടാബ്ലറ്റ്സൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബാഗ് ആ ഓട്ടോയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി. താനത് അറിഞ്ഞില്ല. അങ്ങനെ താൻ വളരെ വിഷമത്തോടുകൂടെ വീട്ടിലേക്ക് വണ്ടി കയറി പോകുന്നു. പക്ഷേ തൻ്റെ റിസർച്ചിൻ്റെ റിസൾട്ടുകളും അതിൻ്റെ അതിനുവേണ്ടി കൊടുക്കുവാനുള്ള എല്ലാ പ്രോജക്റ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആ ലാപ്ടോപ്പിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ സ്റ്റഡീസിനെ തന്നെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയി അത് മാറിയായിരുന്നു. ഈ സിസ്റ്റർ TV പ്രോഗ്രാം കാണുന്നൊരു വ്യക്തിയാണ്. താൻ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തന്നെ താൻ പ്രെയർ കോൾ സെൻ്ററിലേക്ക് വിളിച്ച സമയത്ത് ആ കോൾ അറ്റൻഡ് ചെയ്ത സഹോദരി പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, ഏറ്റവും അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ആ സാധനം നിങ്ങളുടെ കയ്യിൽ തിരികെ ലഭിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ മകൻ വീട്ടിലെത്തി പിറ്റേ ദിവസമായപ്പോഴേക്കും മുംബൈയിലുള്ള ഒരു ഓട്ടോ ഡ്രൈവർ വിളിച്ചിരിക്കുവാണ്, നിൻ്റെ നഷ്ടപ്പെട്ട ബാഗ് എൻ്റെ കയ്യിലുണ്ട്, മുംബൈയിൽ വന്നാൽ നിങ്ങൾക്കത് കളക്ട് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞു. ആ മകൻ തൻ്റെ കൂട്ടുകാരവിടെ മുംബൈയിലുണ്ടായിരുന്നു, അവരെ അയച്ച ആ ബാഗ് കളക്ട് ചെയ്തു. പിറ്റേ 2 ദിവസത്തിനുള്ളിൽ തൻ്റെ നഷ്ടപ്പെട്ട ആ ലാപ്ടോപ്പും ടാബ്ലറ്റ്സും അടങ്ങുന്ന ഒത്തിരി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അടങ്ങിയ ആ ബാഗ് തനിക്ക് തിരികെ ലഭിച്ചു. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രയർ കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു അല്ലേ? ഞാൻ മിക്കവാറും തന്നെ പ്രയർ കോൾ സെന്ററിൽ വിളിക്കാറുണ്ട്, എല്ലാ കാര്യത്തിനും തന്നെ വിളിക്കാറുണ്ട്. ജോയ്സിയുടെ പ്രഗ്നൻസി ടൈമിൽ ഏതാണ്ട് ഒരു ഡെലിവറിയുടെ 1 മാസം മുമ്പ് തനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി. താനൊന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഫ്ലൂയിഡിൻ്റെ ഒരു കുറവ് പോലെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. ചിലപ്പോൾ ഡെലിവറി ടൈമിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് വരാൻ ഇതുമൂലം സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. താൻ അപ്പോൾ തന്നെ വീണ്ടും കോൾ സെൻ്ററിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. അവിടുത്തെ സഹോദരി പറഞ്ഞു, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. താൻ പറഞ്ഞത് അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, നല്ലൊരു ഡെലിവറിയിലൂടെ നല്ലൊരു കുഞ്ഞിനെ ദൈവം തനിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. കൈകളടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാമോ? കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ കൊടുത്ത ഈ വലിയ വിടുതലിനായി അനുഗ്രഹത്തിൻ്റെ കഥ ഞങ്ങൾ കേട്ടു. കർത്താവെ, നീ വലിയവനെന്നും നീ ഇന്നും ജീവിച്ചിരിക്കുന്നുവെന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നവനെന്നും കർത്താവെ, ഈ മകളുടെ ജീവിതത്തിലൂടെ അങ്ങ് ഒരിക്കൽ കൂടെ തെളിയിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. വെരി സിസ്റ്റർ, ഒരു ടെസ്റ്റിമണി കൂടെ നമുക്ക് കേൾക്കാം. ബാബു ബ്രദറെ, എന്ത് സംഭവിച്ചു? ഷമാൻഡി നിൽക്കുന്ന ആൻറ്റിയുടെ പേര് അന്നമ്മ വർഗീസ്. പക്ഷെ തന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് അന്നമ്മ വർഗീസ്. അപ്പോൾ ഈ ആൻറ്റി പറയുന്നത് 2013 പെട്ടെന്ന് തൻ്റെ വയറിന് വേദന വന്നു. അതായത് നെഞ്ചിനും ഈ അടിഭാഗത്ത് ഇടയ്ക്കായിട്ട് അതിശക്തമായ വേദന വലതുഭാഗത്ത് തുടങ്ങി. അപ്പോൾ ആൻറ്റി പറയുന്നത് തനിക്ക് ആ വേദന തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോലും നിൽക്കാനോ ഇരിക്കാനോ സാധിക്കത്തില്ല. ആ സമയത്ത് ചെയ്യുന്നത്, അഥവാ ഇരുന്ന് പോയി കഴിഞ്ഞാൽ താൻ എവിടെയെങ്കിലും പിടിച്ചെഴുന്നേറ്റിട്ട് കുറച്ച് നേരം ഇങ്ങനെ തടകി ഇങ്ങനെ നിൽക്കുമായിരുന്നു പറഞ്ഞത്. ചികിത്സക്കായി താൻ പോയി. അപ്പോൾ അവിടെ എൻഡോസ്കോപ്പി എടുത്തു, സ്കാനിങ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ അതിലൊന്നും യാതൊരുവിധ കുഴപ്പവുമില്ല. പക്ഷേ എന്താണെന്ന് ആൻറ്റിക്കും അറിഞ്ഞുകൂടാ. വേദന സംഹാരിയായ കുറച്ച് വേദനയുടെ ഗുളികൾ ആൻറ്റി കഴിക്കുമായിരുന്നു അതിശക്തമായ വേദന വരുമ്പോൾ. അതിനിടയിലാണ് ആൻറ്റി ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അത് 2016 ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് ആൻറ്റി ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ സമയത്ത് ഡാമിയൻ ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത്
പെട്ടെന്ന് ഡാമിൻ ബദറ ഇങ്ങനെ ചില വാക്കുകൾ വിളിച്ചു പറഞ്ഞു. അത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഉഷ എന്നൊരു സഹോദരി ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ സഹോദരിയുടെ നെഞ്ചിനും വയറിൻ്റെ അടിഭാഗത്തും ഇടയിലായിട്ട് അതിശക്തമായ വേദനയോടുകൂടി വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ചിലപ്പോൾ ഒരു വലിയ രോഗമായിരിക്കാം, പക്ഷെ എന്താണെന്ന് വ്യക്തതയില്ല. പക്ഷേ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആൻറ്റി ആ സമയത്ത് പെട്ടെന്ന് ഇത് കേട്ടതോടുകൂടി ആൻറ്റി ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഇവിടെ കൈവച്ചിട്ട് പറഞ്ഞു, യേശുവേ ഇത് എന്നെക്കുറിച്ചാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ ആൻറ്റി പറയുന്നത് തൻ്റെ കാലിലൂടെ അതിശക്തമായൊരു വേദന താഴത്തേക്ക് ഇറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. പക്ഷെ നീണ്ട 3 വർഷമായി ആൻറ്റിയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആ വയറുവേദന, എന്താണ് രോഗമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ആ വേദന അന്നത്തെ ഒറ്റ പ്രാർത്ഥനയിൽ കർത്താവ് എടുത്തു മാറ്റി. ഇന്നിപ്പോൾ 2018, 2 വർഷമായി തനിക്ക് ആ വേദന അവിടെ ഇല്ല. താൻ ഗുളിക കഴിക്കുന്നില്ല, ഒരു കുഴപ്പമില്ല, പൂർണ്ണമായും താൻ ആരോഗ്യവതിയാണ്. ഓ, ഇത് ആ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ മാറിപ്പോയി. ഒറ്റ നിമിഷം കൊണ്ട് പോയി. ശരിക്കും പറഞ്ഞാൽ എത്ര നാളുണ്ടായിരുന്നു? എനിക്ക് ഏതാണ്ട് 3-3.25 വർഷത്തിനോടടുത്തുണ്ട്. 3.25 വർഷത്തോളം. അന്നേരം ആന്റി ഡയഗ്നോസ് എങ്ങും പോയി ഇതിന്റെ ഞാൻ മെഡിസിൻ ഒന്നും കഴിക്കത്തില്ല. തീർത്ത് വേദന കൂടുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ എടുക്കും. അങ്ങനെയുള്ളായിരുന്നു. ഞാൻ കോൾ സെന്ററിൽ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതാ. അപ്പോൾ അവർ പറഞ്ഞ് പ്രാർത്ഥിക്കാം, സാരമില്ല, ഭയപ്പെടേണ്ട, സുഖമാകും. കാരണം എൻ്റെ ഹസ്ബൻഡിന് സുഖം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡിൽ മാറ്റി വെച്ചതായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് അറിയത്തില്ല എൻ്റെ മേത്തൂടെ എന്താ ഉരുണ്ടിറങ്ങിയാന്ന്. ഞാൻ അന്നേരം ഓർത്ത് എൻ്റെ കല്ലുരുണ്ടിറങ്ങി പോവുകയാണോ, എന്തോ ഇറങ്ങി പോകുന്ന പോലെ തോന്നി. എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ പള്ളിയിൽ പോയാൽ എനിക്ക് നിൽക്കാൻ ഇരിക്കാൻ എന്ത് വേണം, ഒരു പ്രശ്നമില്ല. കൈകൾ അടിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മകളെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീ കൊടുത്ത വിടുതനായി ഞങ്ങൾ നന്ദി പറയുന്നു. അനുഗ്രഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, നീ കൊടുത്ത ഇത്ര വലിയ സൗഖ്യത്തിനായി ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. കർത്താവെ, അങ്ങയുടെ രാജ്യത്തെ ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാമോ? ഗോഡ് ബ്ലെസ് യു. നല്ലൊരു കഥയിലൂടെ നമ്മളേവരും യഹൂദ ഗോത്രത്തിലെ സിംഹത്തിൻ്റെ മക്കളാണെന്ന സന്ദേശം ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ചേർന്ന് നൽകുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. Hallelujah. Hallelujah. Shout a Delhi hallelujah. Is that Delhi hallelujah? ഒരു ഡൽഹി ഹാലലൂയ പറയാമോ എന്നാ ചോദിച്ചത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. I like that hallelujah. Amen. Amen. Once upon a time, ഒരിക്കൽ there was a very strong lion. ഒരു വളരെ ശക്തിമാനായിട്ടുള്ള ഒരു സിംഹം ഉണ്ടായിരുന്നു. He was inside a cage one day. എന്നാൽ അദ്ദേഹം ഒരു കൂട്ടിനകത്തായിരുന്നു. And as he was sleeping in a kingly way, അദ്ദേഹം ഒരു രാജകീയ പ്രൗഢിയോടെ അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ there was a spider sitting at the edge, the mouth of that cave. ആ ഒരു ഗുഹയുടെ മുന്നിലായിട്ട് ഒരു ചെലന്തി അവിടെ നിന്ന് നോക്കാൻ തുടങ്ങി. And the spider thought, this king, he says he is the king of the forest. അപ്പോൾ ഈ സമയത്ത് ആ ചിലന്തി ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ, ഇയാൾ വലിയ രാജാവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗുഹയിൽ കിടന്ന് ഉറങ്ങുവാണ്. I'm going to do something. ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. I'm going to close the mouth of this cave. ഞാൻ ഈ ഒരു ഗുഹയുടെ മുഖം അങ്ങനെ തന്നെ ഞാൻ അടച്ചു കളയാൻ പോകുകയാണ്. Let's see how he's going to come out. ഇനി ഇപ്പൊ ഉറക്കം ഉണർന്നു വരുന്ന ഈ സിംഹരാജൻ എങ്ങനെ പുറത്തു വരുമെന്നൊന്ന് കാണട്ടെ. And the spider started weaving a huge web at the mouth of the cage. അതിനുശേഷം ആ ചിലന്തി ചെയ്തത് എന്തെന്നറിയാമോ? ആ ഗുഹാമുഖത്തപ്പാടെ ഒരു വലിയൊരു വല താൻ വിരിക്കാൻ തുടങ്ങി. And at the center it started sitting like this. അതിനുശേഷം അതിന്റെ നടുഭാഗത്തായിട്ട് അവൻ ഗമയ്ക്ക് അങ്ങനെ അങ്ങ് ഇരുന്നു, waiting for the king lion to wake up. ആ സിംഹരാജാവ് എഴുന്നേൽക്കുന്നത് കാത്തുകൊണ്ട് താൻ ഇരുന്നു. And after a few minutes the king lion woke up from his sleep. ചില മിനിറ്റുകൾക്ക് ശേഷം ഇപ്പോൾ സിംഹരാജൻ ഉറക്കമുണർന്നിരിക്കുകയാണ്. He was not knowing anything that was happening. ഇതോ ഈ ചിലന്തി ചിന്തിച്ചതോ പറഞ്ഞതോ ഒന്നും തന്നെ ഈ സിംഹരാജൻ കേട്ടിട്ടില്ല. As he was just coming out of his deep sleep, തന്റെ ഉറക്കത്തിൽ നിന്ന്, ആ ഗാഢ നിദ്രയിൽ നിന്ന് താൻ ഉണർന്നെഴുന്നേറ്റ് വന്നപ്പോൾ he just yawned. അവൻ പെട്ടെന്ന് തന്നെ ഒരു കോട്ടുവായിട്ടു. What do you know what happened? എന്ത് സംഭവിച്ചെന്നറിയാമോ? The spider and the web was not at all seen at the mouth of the cave. കുറേ നേരമായിട്ട് പണിതുകൂട്ടിയ ആ വലയും ചെലന്തിയും എല്ലാം തന്നെ ഉടനടി അവിടെ നിന്ന് പറന്നുപോയി. Tonight I have come here to tell you that you are
a son or a daughter of the king of Judah. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പറയാൻ വന്നിരിക്കുന്ന വർത്തമാനം ഇതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ പുത്രനും പുത്രിയുമാണ്. Can you see in your spirit as you are praising and worshiping God in this room, all the web, spider web, formed and designed and manufactured and created and built up and constructed by all the demon spirits will just vanish away. ഇന്ന് രാത്രി ഇവിടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ വർഷങ്ങളായി പിശാച് നിങ്ങളുടെ ജീവിതത്തിനെതിരെ കെട്ടിപ്പണിതുണ്ടാക്കി അവന്റെ കോട്ടകളും സങ്കല്പങ്ങളും പദ്ധതികളും എല്ലാം തന്നെ ഇന്ന് രാത്രി ഇവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ തകർന്നു വീഴുന്നത് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? One more shout of daily hallelujah. ഒരിക്കൽ കൂടെ ചേർത്തുറക്കെ Jesus, the life changer, the story changer is in this room. യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ പോകുകയാണ്. Hallelujah. Hallelujah. Touch somebody and say, your story is changing. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നിന്റെ കഥ മാറാൻ പോകുകയാണ്. Your പറയ്, story is changing. നിന്റെ കഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. Your story is changing അടുത്തിരിക്കുന്ന tonight. ആളോട് പറ, നിന്റെ ചരിത്രം I want മാറിക്കൊണ്ടിരിക്കുകയാണ്. to say it again, your story is changing tonight. ഞാൻ ഒരിക്കൽ കൂടെ നോക്കി പറയട്ടെ, നിന്റെ കഥ, നിന്റെ ചരിത്രം, നിന്റെ ജീവിത കഥ ഇന്ന് രാത്രി കർത്താവ് തിരുത്തി എഴുതാൻ പോകുകയാണ്. Shout somebody hallelujah to the King of Kings. രാജാവിന് ഉറക്കെ ഹല്ലേലൂയ. I can see in my spirit God's fingers are orchestrating something great, something supernatural in your life. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൈവിരലുകൾ നിങ്ങൾക്ക് വേണ്ടി അമാനുഷികമായ പ്രകൃത്യാതീതമായിട്ടുള്ള ചില കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നത് ഞാൻ കാണുകയാണ്. Somebody shout, I love you Jesus. എത്ര പേർ കൈ ഉയർത്തിയിട്ട് പറയും, I love you Jesus. Once again, I love you Jesus. ഒരിക്കൽ കൂടെ, I love you Jesus. Jesus is the strongest magnet in this world, love magnet in this world. ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ ഏറ്റവും അധികം ആളുകളെ ആകർഷിക്കുന്ന സ്നേഹ കാന്തമാണ് യേശു കർത്താവ് എന്നുള്ളത്. He is the super glue. അവനാണ് ഏറ്റവും വലിയ സൂപ്പർ ഗ്ലൂ. Once you come to Jesus, you will stick to him. ഒരിക്കൽ യേശുവിലേക്ക് വന്നാൽ പിന്നെ വിട്ടുപോകാൻ പറ്റാത്തതുപോലെ നീ പറ്റിപ്പിടിച്ചിരിക്കും. That is his charisma. അതാണ് അവന്റെ കരിസ്മ. Hallelujah. Hallelujah. I don't know, my heart is going to explode in my rib cage. എനിക്കറിയില്ല, എന്റെ വാരിയലുകൾക്കകത്ത് നിന്ന് എന്റെ ഹൃദയം അങ്ങ് വിമ്പിക്കൊണ്ടിരിക്കുകയാണ്. The strong love of God is permeating in this place. ഇന്ന് രാത്രി ഹോളിനകത്ത് ദൈവ സ്നേഹം ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. The loving hands of Jesus is coming to you to embrace you and so that you can nestle against the bosom of Jesus. ഓർക്കുക, ഇന്ന് രാത്രി ദൈവത്തിന്റെ യേശുവിന്റെ സ്നേഹത്തിന്റെ കൈകൾ നീണ്ടുവന്ന് നിങ്ങളെ കെട്ടിപ്പുണരുകയാണ്. അവന്റെ മടിയിൽ നിങ്ങളെ ചേർത്തിരുത്തുകയാണ്. I can see the banners of God's love fluttering over this place. ഇന്ന് രാത്രി യേശുവിന്റെ സ്നേഹത്തിന്റെ കൊടി നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കർത്താവ് ജയമായി പിടിച്ചിരിക്കുന്നു. And he is going to fill every new wineskin with new wine. അത് മാത്രമല്ല, എല്ലാ പുതിയ തുരുത്തുകളെയും പുതിയ വീഞ്ഞ് കൊണ്ട് നിറയ്ക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു. Just stretch out your hands and receive a miracle. It is that simple. ഈ സമയത്ത് ആ കൈകളൊന്ന് നീട്ടി നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് അത്ഭുതം വേണ്ടത്, ആ അത്ഭുതത്തെ അങ്ങ് സ്വീകരിക്കാമോ? Come on, receive a miracle tonight. ഈ രാത്രി യേശുവിന്റെ അടുക്കൽ നിന്ന് അത്ഭുതത്തെ സ്വീകരിക്കാമോ? Connect yourself with the Lord Jesus with the faith cable. ഇന്ന് രാത്രി യേശുമായിട്ട് ആ വിശ്വാസത്തിന്റെ കേബിളുമായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് ബന്ധിപ്പിക്കാമോ? Cry out to him. ഇപ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് ഇരുന്ന് കരയാമോ? Jesus, യേശു, touch me and change my life. എന്നെ തൊടണമേ, എന്റെ ജീവിതത്തെ മാറ്റണമേ അപ്പാ. Hallelujah. ഹല്ലേലൂയ. Every spirit and every attitude, every mindset of failure and defeat, the Holy Spirit is tearing it away. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മനസ്സിനകത്തുള്ള പരാജയത്തിന്റെ അല്ലെങ്കിൽ തകർന്നു പോകുന്നെന്നുള്ള ചിന്തയുടെ മനോഭാവങ്ങളെ ഇന്ന് രാത്രി ഈ പരിശുദ്ധാത്മാവ് അതിനെ വലിച്ചു പറിച്ചു കീറിക്കളയുകയാണ്. He is tearing away the mourning dress and he is making you clad
with the garment of praise. അതുമാത്രമല്ല, നിങ്ങളുടെ വിലാപത്തിന്റെ വസ്ത്രത്തെ, ആ രട്ടിനെ കർത്താവ് പറിച്ചു കീറി കളഞ്ഞിട്ട് സന്തോഷത്തിന്റെ മേലാട ഇന്ന് രാത്രി കർത്താവ് അണിയിപ്പിക്കുക. Come on, receive it from the Holy Spirit. ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്ന് കൈകൾ ഉയർത്തി സന്തോഷത്തിന്റെ ആ ഉടുപ്പൊന്ന് അങ്ങ് സ്വീകരിച്ച്. Tonight the Holy Spirit says, many of you sitting here, you are going through depression in your life, but all the depression, all the suppression, all the oppression, all the torment, the Lord is taking away, and the Lord is giving you a new song in your mouth, so that you will start praising, and the oil of gladness the Lord is pouring upon your head. ജീവിതത്തിന്റെ പല മേഖലകൾ നിമിത്തമായിട്ട് നിരാശപ്പെട്ട് ഡിപ്രഷനിലൂടെ, ഒപ്രഷനിലൂടെ, തകർക്കപ്പെട്ട അവസ്ഥയിലൂടെ ഇന്ന് രാത്രി നിരാശകളെ എടുത്തു തൈലം കൊണ്ട് നിങ്ങളെ അഭിഷേകം ചെയ്ത് സന്തോഷത്തിന്റെ മേലാണ് അണിയിപ്പിക്കുന്ന രാത്രി. Come on, people, go ahead, give the Lord a clap offering. കൈകളടിച്ച് സാധിക്കുമെങ്കിൽ കൈകളടിച്ച് യേശുവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ പറഞ്ഞ് അവനെ ആരാധിക്കാൻ തുടങ്ങിയാൽ അവനെ സ്തുതിക്കാമോ? Oh Jesus, love you Lord, love you. He is turning all your mourning into dancing tonight. ഇന്ന് രാത്രി നിങ്ങളുടെ സങ്കടങ്ങളെ മുഴുവൻ അവൻ നൃത്തമാക്കി തീർക്കുകയാണ്. Some of you are dragging your legs behind, but tonight the Lord is going to give a spring in your legs, so that you will start dancing before the Lord. നിങ്ങളുടെ പല ആളുകളും ജീവിതത്തിൽ കാല് വലിച്ചു വെച്ച് നടക്കുന്നത് പോലെ ഏങ്ങി വലിഞ്ഞാണ് ജീവിതം തള്ളി നീക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി നിന്റെ കാലിനകത്തൊരു സ്പ്രിംഗ് വെച്ച് തരുന്നത് പോലെ നൃത്തം ചവിട്ടി സന്തോഷിക്കുന്ന ദിവസങ്ങൾ ദൈവം തമ്പുരാൻ നിന്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. All the singers and all the dancers will say, my fountains are in you. എല്ലാ പാട്ടുകാരും എല്ലാ നൃത്തക്കാരും പറയട്ടെ, എന്റെ ഉറവ യഹോവയിങ്കലാകുന്നു. John chapter 9 verse number 1. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ You വചനം. can read with me together. As he went along, he saw a man blind from birth. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. His disciples asked him, Rabbi, who sinned, this man or his parents, that he was born blind? അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. Verse number 3, neither this man nor his parents sinned, said Jesus, but this happened so that the works of God might be displayed in him. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. Amen. ആമേൻ. John chapter 9 is one of the most powerful chapters in the entire Bible. ബൈബിളിൽ ഏറ്റവും ശക്തിമത്തായ അധ്യായങ്ങളിൽ ശക്തിമത്തായ ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം And in അധ്യായം. that chapter there is a description, narration of a blind man who was healed from the world of blindness. ഈ ഒരു അധ്യായത്തിൽ അന്ധതയുടെ ലോകത്ത് നിന്ന് കണ്ണിന് കാഴ്ച ലഭിച്ച ഒരു കുരുടന്റെ കഥ ഇവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. And in this chapter Jesus performs an undeniable miracle on this blind beggar. അതുമാത്രമല്ല, ഈ അധ്യായത്തിൽ തന്നെയാണ് അന്ധനായിട്ടുള്ള ഒരു കുരുടന്റെ അപേക്ഷ തള്ളിക്കളയാതെ യേശു കർത്താവ് സൗഖ്യം നൽകിയിട്ടുള്ളത്. One of the things for which I love Jesus is because even beggars could approach Jesus, centurions could approach Jesus, multi-millionaires could approach Jesus. Jesus could come and relate with anyone in the community. യേശു കർത്താവിന്റെ ജീവിതം ഓർക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്, യേശുവിന്റെ അടുക്കിലേക്ക് ഒരു ശതാധിപന് അവനെ സമീപിക്കാൻ സാധിക്കും, യേശുവിന്റെ അടുക്കിലേക്ക് ഒരു യാചകന് കടന്നു വരാൻ സാധിക്കും, യേശുവിന്റെ അടുക്കിലേക്ക് ധനവാനായ ചെറുപ്പക്കാരന് വരുവാൻ സാധിക്കും. അതായത് സമൂഹത്തിന്റെ ഏത് തുറയിൽപ്പെട്ട ആളുകൾക്കും യേശുവിന്റെ അടുക്കിലേക്ക് പോകുവാൻ സാധിക്കും. This blind beggar who came to Jesus
that day received eyesight, a miracle from Jesus. ഓർക്കുക, ഈ അന്ധനായ കുരുടനായ യാചകൻ യേശുവിനെ സമീപിച്ചപ്പോൾ അന്ന് അവന്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചു. His blindness had pushed him to be a beggar in life. ഓർക്കുക, അവന്റെ അന്ധത അവനെ ഒരു യാചക വൃത്തിയിലേക്ക് അവനെ തള്ളിവിട്ടു. When they saw the blind man, the disciples asked a two-pronged question. They asked, who sinned so that this man became blind? He himself or his parents? ഇപ്പോൾ അവന്റെ അന്ധതയുടെ കാര്യത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ് ഒരു ചോദ്യം. ആരുടെ നിമിത്തമാണ്? ഇവൻ നിമിത്തമോ അതോ ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപം നിമിത്തമാണോ ഇവൻ അന്ധതയുണ്ടായത്? The disciples had this doubt. What is the reason for this man's plight? ഇപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു സംശയം, ഇവന്റെ അന്ധതയുടെ പിറകിലുള്ള കാരണം എന്താണ്? According to the Bible, all have sinned and have come short of the glory of God. ബൈബിൾ അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സ് നഷ്ടമാക്കിയിരിക്കുന്നു. So it could be one of the reasons for this man being born as blind. His parents' sins, forefathers' sins. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള മാതാപിതാക്കളുടെയോ പാപനിമിത്തമായിരിക്കാം ഇദ്ദേഹത്തിന് ഈ അന്ധതയുണ്ടായത്. But Jesus said a different answer. എന്നാൽ യേശു കർത്താവ് അതിനു കൊടുത്ത ഉത്തരം വളരെ വ്യത്യസ്തമായിരുന്നു. What was the answer from Jesus? യേശുവിന് അതിനുള്ള ഉത്തരം എന്തായിരുന്നു? Verse number 3. Neither this man nor his parents sinned. Jesus said, Jesus, but this happened so that the works of God might be displayed in his life. മൂന്നാമത്തെ വചനം, അതിന് യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. Jesus wants to prove that he is the ultimate healer. യേശുവാണ് ഏറ്റവും വലിയ രോഗസൗഖ്യം നൽകുന്നവൻ എന്നുള്ളത് അവൻ ഇന്ന് രാത്രി തെളിയിക്കാൻ പോകുകയാണ്. Close your eyes. കണ്ണുകൾ അടച്ചു പിടിക്കാമോ? I'm going to pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ And പോകുകയാണ്. as I pray, some people will feel something like electricity passing through your body. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ചിലരുടെ ശരീരത്തിൽ ഇലക്ട്രിസിറ്റി വരുന്നത് പോലെ, ഷോക്ക് അടിക്കുന്ന പോലുള്ള ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. Some people will start shivering in their bodies. ശരീരത്തിൽ വിറയ്ക്കും. Some people will experience extreme cold or heat. ചില ആളുകൾ ശരീരത്തിൽ ചൂട് വരുന്നത് പോലെയോ അല്ലെങ്കിൽ തണുപ്പ് വരുന്നത് പോലെയോ ഒരു അനുഭവം ഉണ്ടായിരുന്നിരിക്കും. That is a sign that the Holy Spirit, the power of the Holy Spirit is on your body in operation. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നതിന്റെയോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന്റെയോ അടയാളങ്ങളാണ്. Heal in the name of Jesus. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. Somebody shout, I receive healing. എത്ര പേർ ഉറക്കെ വിളിച്ചു പറയുന്നു, ഞാൻ പ്രാപിച്ചിരിക്കുന്നു. Miracles are happening right now. Healings are taking place. ഈ സമയത്ത് അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ നമ്മുടെ നടുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Thank you, Jesus. നന്ദി യേശുവേ. I want all of you to do like this. Just shake your bodies like this. ഈ സമയത്ത് നിങ്ങളുടെ കൈകൾ കാലുകൾ കുടയുവാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. Shake every disease off of your body. കൈകൾ കുടയുക. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ എന്നെ വിട്ടു പോകട്ടെ എന്ന് പറയുക. കാലുകൾ കുടഞ്ഞിട്ട് പോകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പറയുക. In the mighty name of Jesus. യേശുവിന്റെ നാമത്താൽ. Those who have back problems, just bend down and bend back. Move your bodies, check your bodies. നിങ്ങളുടെ നട്ടലിന് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കുനിയുക, നിവരിക, ചരിഞ്ഞ് നിവർന്ന് നോക്കുക. കർത്താവ് അവിടെ സൗഖ്യമാക്കിയിരിക്കുന്നു. Everybody who had shoulder problems, just lift up your hands, just rotate it around like this. നിങ്ങൾക്ക് ഷോൾഡറിന് പ്രശ്നം, തോളലിന് പ്രശ്നം ഉണ്ടായവരുണ്ടെങ്കിൽ ഇപ്പോൾ കൈകൾ ഉയർത്തുക, താഴ്ത്തി നോക്കുക, അതുപോലെ കൈകൾ ഒന്ന് കറക്കി നോക്കുക. Something is happening tonight. ഇന്ന് രാത്രി ചിലതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. In the mighty name of Jesus. യേശുവിന്റെ നാമത്തിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Shout hallelujah. ചേർന്ന് ഉറക്കെ ഹല്ലേലൂയ.
Using the name of Jesus, I command all such growths and tumors to disappear from now. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ രോഗങ്ങളും ശരീരത്തെ വിട്ട് മാറട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. In the name of Jesus, receive your healing. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം ശരീരങ്ങളിലേക്ക് വരട്ടെ. Hallelujah. Hallelujah. Clap for Jesus and praise him. രണ്ട് കൈകളും ചേർത്ത് അടിച്ചുകൊണ്ട് ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞ് അവനെ ആരാധിക്കാൻ തുടങ്ങിയാൽ